ഈ FIR നിലനിൽക്കത്തില്ല എന്നുള്ള വാദഗതിയാണ് കോടതി പറയേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയുന്നത്? എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കേസുകളെല്ലാം പഴയ കേസുകളാണ് വരുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹം ജാമ്യം എടുത്ത ശേഷം ഓരോ ഒഫൻസും അദ്ദേഹം നടത്തിയിട്ടില്ല. ഹൈക്കോടതി തീർച്ചയായിട്ടും ജാമ്യം കൊടുക്കും. ഇതൊന്നും ഹൈക്കോടതിയുടെ അവിടെ പറഞ്ഞാൽ ഇതൊന്നും വില പോവില്ല. പ്രോസിക്യൂഷൻ്റെ ഈ വാദഗതികൾ കൂടുതൽ പരാതി വരട്ടെന്ന്, കൂടുതൽ ഒന്നിന് പുറകെ ധാരാളം പരാതി വരട്ടെ, എങ്കിലല്ലേ നമുക്കറിയത്തുള്ളൂ ഇതിനകത്തൊക്കെ കഴമ്പുണ്ടോ, ഏത് സാഹചര്യത്തിലാണ് ഈ ആരോപണം വരുന്നത്, രാഷ്ട്രീയമാണോ വ്യക്തിവൈരാഗ്യമാണോ എന്താണെന്നറിയത്തില്ല. ചില ആൾക്കാർക്ക് അയാളോട് ഭയങ്കര വ്യക്തിവൈരാഗ്യമാണ്. അത് കോൺഗ്രസ് പാർട്ടിയിലുള്ളവർക്കുണ്ട്. അത് എന്താണെന്ന് നമുക്കത് മനസ്സിലാകുന്നില്ല. ആ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്ത് അയാളുടെ പേരിൽ കേസുകൾ ഒന്നിൻ്റെ പുറകെ പലരും വരുന്നു. ജോർജ് ജോസഫ് സാർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് ഉറപ്പാണ്. അവിടെ രാഹുലിന്റെ വാദഗതികൾ പരിഗണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സെഷൻസ് കോടതിയിൽ തീർച്ചയായിട്ടും ജാമ്യം കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഹൈക്കോടതി പോകേണ്ട ഒരു ആവശ്യമില്ല. പത്തനംതിട്ട സെഷൻസ് കോടതി തന്നെ ജാമ്യം കിട്ടും. കാരണം ഈ FIR നിലനിൽക്കത്തില്ല എന്നുള്ള വാദഗതിയാണ് കോടതി പറയേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയുന്നത്? എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. കാരണം നിയമപരമായി ഈ FIR നിൽക്കുമോ ഇല്ലയോ എന്നാണ് ഇനിഷ്യലായിട്ട് പരിശോധിക്കേണ്ടത്. കാരണം ഈ സംഭവം എന്നാണ് ഇന്ത്യയിലെ പുതിയ നിയമങ്ങൾ അവിടെ രാജ്യം മുഴുവൻ നിയമമായി മാറിയത്? 2023 അവസാനമാണെന്ന് എൻ്റെ ഒരു ധാരണ. 2024 പുതിയ നിയമങ്ങൾ അനുസരിച്ചാണ് പോലീസ് കേസെടുക്കുന്നത്. അതുകൊണ്ട് അതേപ്പറ്റി ഒരു കൃത്യത കോടതിക്ക് വേണം. ഈ സംഭവം നടക്കുന്നത് പഴയ IPC കുറ്റത്തിനനുസരിച്ചാണോ പുതിയ BNS പ്രകാരമാണോ ഈ കുറ്റ സ്വഭാവം എന്നാണ് കോടതി നോക്കേണ്ടത്. അതിനകത്ത് പുതിയ നിയമസംഹിത അനുസരിച്ചാണെങ്കിൽ ഈ കേസ് ഒന്നും നിലനിൽക്കത്തില്ല. നിലവിൽ രാഹുലിനെതിരെ 3 കേസുകളാണ് ഉള്ളത്. ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാം കേസിൽ വിചാരണ കോടതി ജനുവരി 21 വരെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടെയാണ് രാഹുലിനെതിരെ 3ാം പരാതി ലഭിക്കുന്നതും ജയിലിലാകുന്നതും. ഇനി ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈക്കോടതി ജാമ്യം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ കേസുകളെല്ലാം പഴയ കേസുകളാണ് വരുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹം ജാമ്യം എടുത്ത ശേഷം ഓരോ ഒഫൻസും അദ്ദേഹം നടത്തിയിട്ടില്ല. അതിന് മുമ്പുള്ള കേസുകളാണ് ഈ ഒന്നിന് പുറകെ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കഴമ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യം കോടതി പരിശോധിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കഴമ്പില്ലെങ്കിൽ അത് റെഫർ ചെയ്ത് കളയണം. കഴമ്പുണ്ടെന്ന് തോന്നിയാൽ അവർ ചാർജ് ഷീറ്റ് കൊടുക്കട്ടെ, കോടതി പരിശോധിക്കട്ടെ. അല്ലാതെ ഈ ജാമ്യം എടുത്ത ശേഷം അല്ല അറസ്റ്റിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2 കേസിന് അതിൻ്റെ FIR വീണ ശേഷം അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്, രാഷ്ട്രീയക്കാരനാണ്, MLA ആണ്. അപ്പോൾ അദ്ദേഹം പാലക്കാടുണ്ട്, ആളുകളുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. സാർ നേരത്തെ മുതൽ പറഞ്ഞതാണ് കേസ് നിലനിൽക്കുകയേ ഇല്ല എന്ന്. അപ്പോൾ ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹൈക്കോടതി തീർച്ചയായിട്ടും ജാമ്യം കൊടുക്കും. ഇതൊന്നും ഹൈക്കോടതിയുടെ അവിടെ പറഞ്ഞാൽ ഇതൊന്നും വില പോവില്ല. പ്രോസിക്യൂഷൻ്റെ ഈ വാദഗതികൾ നിയമം അനുസരിച്ച് ഒരു FIR വീണിട്ടുണ്ടോ എന്ന് മാത്രമാണ് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത്. ഈ രാഹുലിൻ്റെ വക്കീൽ അത് തന്നെയാണ് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത്. അല്ലാതെ പോലീസ് അതൊന്നും ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിന് ശേഷം എംബസിയിൽ പോയി അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് അതൊന്നും ഇവിടെ പ്രസക്തമല്ല. ഒരു FIR കൃത്യമായി 100% നിയമപുസ്തകത്തിലെ പുതിയ നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ FIR എടുത്തെങ്കിൽ മാത്രമേ ഈ കേസ് നിലനിൽക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് കേസേ നിലനിൽക്കത്തില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കൂടുതൽ പരാതികൾ മാങ്കൂട്ടത്തിനെതിരെ വരും എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇത് കൂടുതൽ കുരുക്കാകാനുള്ള സാധ്യതയുണ്ടോ മാങ്കൂട്ടത്തിൽ? അതെങ്ങനെ കുരുക്കാകുന്നത്? കൂടുതൽ പരാതി വരട്ടെന്ന്, കൂടുതൽ ഒന്നിന് പുറകെ ധാരാളം പരാതി വരട്ടെ, എങ്കിലല്ലേ നമുക്കറിയത്തുള്ളൂ ഇതിനകത്തൊക്കെ കഴമ്പുണ്ടോ, ഏത് സാഹചര്യത്തിലാണ് ഈ ആരോപണം വരുന്നത്, അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ്, അവർക്ക് എന്താണ് വെസ്റ്റേൺ. ഇപ്പം തന്നെ ഒരു കുട്ടി ഈ സംഭവത്തിൽ കേസ് എടുത്ത ശേഷവും ഫെനി എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അയാളും ഇയാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തും അതിജീവിതയും തമ്മിൽ സംസാരിച്ചിരിക്കുന്നതായിട്ടൊരു വാർത്ത വരുന്നുണ്ട്. ശരിയാണോ തെറ്റാന്നോ പക്ഷേ സംസാരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പാലക്കാട് ഇയാളെ നേരിട്ട് കാണും. അങ്ങനെ ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ, തന്നെ പീഡിപ്പിച്ച ഒരാൾ, തന്നെ റേപ്പ് ചെയ്ത ഒരാളുടെ അടുത്ത് ആ വിക്ടിമ് പോകുന്നതോ സംസാരിക്കുന്നതോ ശരിയാണോ? അത് ശരിയല്ല. കാരണം അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ നേരത്തെ പരാതിയില്ലായിരുന്നു, ഇപ്പം പരാതിക്ക് ശേഷം അയാളുമായിട്ട് കാണാൻ ശ്രമിക്കുന്നത് നല്ല ഒരു ലക്ഷണമല്ല. ആ കേസിൻ്റെ അവരുടെ മൊഴിയുടെ വാലിഡിറ്റി കുറയുകയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന്റെ നീക്കം കാണുമ്പോൾ ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയമാണോ വ്യക്തിവൈരാഗ്യമാണോ എന്താണെന്നറിയത്തില്ല. ചില ആൾക്കാർക്ക് അയാളോട് ഭയങ്കര വ്യക്തിവൈരാഗ്യമാണ്. അത് കോൺഗ്രസ് പാർട്ടിയിലുള്ളവർക്കുണ്ട്. അത് എന്താണെന്ന് നമുക്കത് മനസ്സിലാകുന്നില്ല. ആ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്ത് അയാളുടെ പേരിൽ കേസുകൾ ഒന്നിൻ്റെ പുറകെ പലരും വരുന്നു.
അതിനെ കോൺഗ്രസ്സുകാർ ചിലർ സപ്പോർട്ട് ചെയ്യുന്നു, എതിർക്കുന്ന പോലെ ഒപ്പം അത്ര അനുകൂലിക്കുന്നവരുമുണ്ട്. CPM തന്നെയും വളരെയധികം ശക്തമായി ഇദ്ദേഹത്തിനെ എതിർക്കുന്നുണ്ട്, അനുകൂലിക്കുന്നവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. രാഷ്ട്രീയമില്ലാത്ത ആൾക്കാർ, വളരെയധികം ആൾക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എത്ര കേസ് വന്നാലും ശരി, കേസിനകത്തൊക്കെ അയാൾ അകത്ത് കിടന്ന് പുറത്ത് വന്നാലും ശരി, കേസിന് കൺവിഷൻ വരണം. നിയമപരമായിട്ടൊരു കൺവിഷൻ വന്നെങ്കിൽ മാത്രമേ അയാളെ ഡീബാർ ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ ഇപ്പോൾ MLA ആണ്. ഈ ടേം മുഴുവൻ കഴിഞ്ഞ് കഴിയുമ്പം അടുത്തവരുടെ പാർട്ടി ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ അയാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ ജയിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി തള്ളിയ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത്. കേസിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന രാഹുലിന്റെ വാദം നിലനിൽക്കില്ല. ഇരയായ യുവതിയെക്കൊണ്ട് സ്വകാര്യ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്യിപ്പിച്ചത് രാഹുലാണ്. പുറത്ത് റെസ്റ്റോറന്റിലിരുന്ന് സംസാരിക്കാമെന്ന് യുവതി പറഞ്ഞുവെങ്കിലും രാഹുൽ സമ്മതിച്ചില്ല. മുറിയിലേക്ക് വന്നയുടനെ യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. രേഖകൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമാണ്. രാഹുലിന്റെ അറസ്റ്റ് നിയമപ്രകാരമാണ്. യുവതി പരാതിയിൽ നേരിട്ട് ഒപ്പിട്ടിട്ടില്ല എന്ന വാദം നിലനിൽക്കില്ല. ഡിജിറ്റൽ ഒപ്പ് മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ MLA ആണ്. അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവമേറിയതാണ്. തെളിവുകൾ നശിപ്പിക്കാനും അതിജീവിതയെ ഭീഷണിപ്പെടുത്താനും അന്വേഷണം അട്ടിമറിക്കാനും സാധ്യതയുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുകയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന പ്രവാസിയായ യുവതിയുടെ പരാതിയിലാണ് ജനുവരി 11 രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇവിടെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പലതും കേസിനെ കുറിച്ചല്ല, രാഹുലിന്റെ സ്വഭാവത്തെ പരാമർശിക്കുന്നതാണ്. രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരുമെന്നൊക്കെയാണ് വാദം. അത്തരം കാര്യങ്ങൾ ഈ കേസിനെ ബാധിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ കേസിനെ ഈ വാദങ്ങൾ ബാധിക്കും? അതൊന്നും ബാധിക്കത്തില്ല. കാരണം രാഹുലിനെതിരായിട്ട് പല പരാതികളും വന്നിട്ട് ഇനിയും ധാരാളം വരും എന്നൊക്കെ പറഞ്ഞ് ഒരാളുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് തടയാൻ പറ്റില്ല. കള്ളന്മാർ എത്ര പേര് ശിക്ഷ അനുഭവിച്ചിട്ട് റോഡിൽ കൂടെ നടക്കുന്നതാണ്. അവൻ പിന്നെ മോഷ്ടിക്കാത്തടത്തോളം കാലം അവനെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ല അവനെ ശിക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ല അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്കൊരു ശിക്ഷയുണ്ട്, കൺവിഷൻ ഉണ്ടെങ്കിൽ അത് ഒരു ബാറല്ല. പിന്നീട് അദ്ദേഹത്തിനെ ഏതെങ്കിലും കേസിൽ ഇൻവോൾവ് ചെയ്യാതെ അദ്ദേഹം ജീവിക്കുന്നെങ്കിൽ പിന്നെ ഒന്നും പോലീസിന് ചെയ്യാനൊക്കില്ല. അയാൾ വീണ്ടും മോഷണത്തിനൊക്കെ പോകുന്നെങ്കിൽ പ്രിവെൻറ്റ് അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ഇനിയും കേസ് വരുന്നുണ്ട്, ചിലപ്പം വരുന്നുണ്ടായിരിക്കാം. 8-10 കേസ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയപരമായ ഒരാളെ വിക്ടിമൈസ് ചെയ്യുമ്പം ധാരാളം ആൾക്കാർ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അവർ നിയമമൊന്നും നോക്കില്ല. അതിനോട് ചായ്വുള്ള പോലീസ് ഉദ്യോഗസ്ഥനും നിയമം നോക്കില്ല. പക്ഷേ മലീഷ്യസ് പ്രോസിക്യൂഷന് ശ്രമിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് ഈ കേസിൻ്റെ പര്യവസാനത്തിൽ കേസ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടിയും വരും. സർ, വീഡിയോ കോൺഫറൻസിംഗ് വഴി രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന അപേക്ഷയും പരാതിക്കാരി തിരുവല്ല കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് നിലനിൽക്കുമോ നിയമപ്രകാരം? അത് നിലനിൽക്കത്തില്ല. കാരണം അത് കോടതിയിലല്ല, കോടതിയിൽ വരുന്ന പിന്നീടാണ്. SHOയുടെ മുമ്പിലല്ലേ കൊടുക്കേണ്ടത്. SHOയുടെ മുമ്പിൽ മൊഴി കൊടുത്തിട്ട് SHOയുടെ മുമ്പിൽ തന്നെ ഒപ്പിടണം. ആ ഒപ്പ് ഇടുന്ന അയാൾ കാണണം, അയാൾക്ക് ബോധ്യം വരണം. അല്ല വേറൊരു ആൾ ബോധ്യപ്പെട്ടാലാക്കല്ല. നിയമം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അത് പാലിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതിയുടെ ആ നിഗമനത്തോട് യോജിക്കാനായിട്ട് കഴിയില്ല. ജാമ്യം നിഷേധിച്ചുകൊണ്ട് യോജിക്കാൻ കഴിയുന്നില്ല. സാർ, ഏറ്റവും ഒടുവിലായിട്ട് ചോദിക്കുന്നത്, ഇപ്പോഴത്തെ ഒരു നീക്കങ്ങളൊക്കെ കാണുമ്പോൾ രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? ജാമ്യം ലഭിച്ചു പുറത്തു വരുമോ രാഹുലിന് ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പത്തനംതിട്ടയിലെ ജില്ലാ കോടതിയിൽ തിങ്കളാഴ്ച അത് ജാമ്യത്തിന് മൂവ് ചെയ്യും. ചൊവ്വാഴ്ചത്തേന് ജാമ്യം ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.